അതിലെ വരാൻ പറ്റൂല, ഇതിലെ വരാൻ പറ്റൂല, ഇതിലെ വരാൻ പറ്റൂല. ഇത് ഫുട്പാത്താണ്, ഇതിലെ വരാൻ പറ്റൂല. ഇജ്ജ് അവിടെ നിൽക്കണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. ഇജ്ജ് ഇതിൽ കൂടെ പോവാണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കും. ഇജ്ജ് ഇതിലെ വരാൻ പറ്റൂല, പറ്റൂല. തിരിച്ചു പോയിക്കോ ഇല്ലേ ഞാൻ ഇവിടെ നിന്ന് നീക്കൂല. തിരിച്ചു പോയിക്കോ ഇല്ലേ പോവാൻ പറ്റൂല. ഇവിടെ കിടക്കും. പോടാ എന്റെ ഹെൽമെറ്റ് ഇവിടെ. പോടാ. അമ്മച്ചി നിങ്ങൾക്ക് കുറെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയെന്ന് കേൾക്കുന്നുണ്ട്. എന്താ അതിനെ പറ്റി പറയാനുള്ളത്? അംഗീകാരങ്ങൾ എന്തൊക്കെയാ വെച്ചാല്, ഇന്നലെ പിണറായി വിജയൻ വിളിച്ചിനി. മൂപ്പര് പണ്ടത്തെ ഫോട്ടോ ഉണ്ടോന്നൊക്കെ ചോദിച്ചു. പിന്നെ എത്ര വയസ്സായി എന്നൊക്കെ ചോദിച്ചു. ഭർത്താവ് മരിച്ചതാണ് അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ ഗണേഷ് കുമാർ വിളിച്ചിനി. മൂപ്പര് ഒരു കോഴിയാണ്. മൂപ്പര് വേറെ എന്തെല്ലോ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് കുറെ ആൾക്കാർ വന്നിനി. വീട് വെച്ചരാന്ന് പറഞ്ഞ്. ഇപ്പൊ ഇവിടെ വീടൊന്നുമില്ല, നിലത്താണ് ഞാൻ ഇരിക്കല്. അപ്പൊ വീട് വെച്ചരാന്നൊക്കെ പറഞ്ഞ്. പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ പുറത്തു കൂടെ നടക്കുമ്പോ സെൽഫി ഒക്കെ എടുക്കലുണ്ട്. അതേപോലെ ഇൻസ്റ്റഗ്രാം കാര്യങ്ങള് പേജൊക്കെ ഉണ്ടോ സ്വന്തമായിട്ട്? എനിക്ക് വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, സ്നാപ്ചാറ്റ് പിന്നെ ഞാൻ ഇവിടെ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഓവർ മെസ്സേജ് അയക്കാനൊന്നും ആൾക്കാരെ കിട്ടില്ല. ഞാൻ എന്നിട്ട് കുറെ ഇന്റെ പ്രായത്തിലുള്ളവരൊക്കെ കുറെ പാട്ടും ഡാൻസൊക്കെ പാടല്ലേ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ കുറെ ആലോചിച്ചു. പിന്നെ ലാസ്റ്റ് ആണ് എനിക്ക് ഫുട്പാത്ത് മേലെ കയറിയപ്പോ റോഡ് തടഞ്ഞപ്പോഴാണ് വൈറലായതല്ല. ഇനിയിപ്പോ ഞാൻ നാളെയും മറ്റന്നാളും ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും ഇതേമാതിരി ഫുട്പാത്ത് മേലെ ഞാൻ ഉണ്ടാവും. കാരണം ഇതാണ് ഇപ്പൊ നല്ല കളിപ്പിക്കുന്ന കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ കണ്ടന്റ്. അതേപോലെ ചോദിക്കാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മച്ചിന്റെ ആഗ്രഹം എന്തേനി പണ്ട് മുതലുള്ള എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ എനിക്കൊരു വനിതാ പോലീസ് ആവണമെന്ന് ആഗ്രഹം. പക്ഷെ എന്റെ ഭർത്താവ് സമ്മതിച്ചില്ല. ഇപ്പൊ എനിക്ക് വനിതാ പോലീസിന്റെ ഒരു ബാഡ്ജ് തരാന്നൊക്കെ വിളിച്ചു പറഞ്ഞാണ്. അപ്പൊ ഇനി മുതൽ ഞാൻ ഇവിടെ എല്ലാ ഫുട്പാത്ത് മേലെ ഉണ്ടാവും.